ഹലോ ഡാർലിങ്സ്, റിയാലിറ്റി ബൈ ഷാരികയുടെ റിയാലിറ്റി റിയാക്ഷൻസിലേക്ക് ഏവർക്കും സ്വാഗതം. ഷഫീന ബീവി എന്ന വെർബൽ റേപ്പിസ്റ്റും ചെകുത്താനുമായിട്ടുള്ള വ്യക്തിക്കെതിരായ ക്യാമ്പയിൻ്റെ നാലാമത്തെ ഭാഗമാണിത്. നാലാമത്തെ പാർട്ട് വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ ഇറക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അവരുടെ വെർബൽ അറ്റാക്ക് കൊണ്ട്, അവരുടെ എന്താ പറയുക, വെർബൽ അബ്യൂസ് കൊണ്ട് കഷ്ടത്തിലായ, ജീവിതം തന്നെ കോഞ്ഞാട്ടയായി മാറിയ പലരുടെയും കാര്യങ്ങൾ അതിനകത്ത് പറയും. ചില ആൾക്കാർ അവരുടെ പേരുകൾ പറയണ്ടെന്ന് പറയുന്നുണ്ട്, ചില ആൾക്കാർ അവരുടെ പേരുകൾ പറയണമെന്ന് പറയുന്നുണ്ട്. അതിൽ പ്രമുഖരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാവുന്ന കുറച്ച് ആൾക്കാർ. അവർക്കുണ്ടായ കുറച്ച് ദുരനുഭവങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ചറിങ് ആണ്, കണ്ടിന്യൂസ് മെന്റൽ ടോർച്ചറിങ്, മാസങ്ങളായിട്ടുള്ള മെന്റൽ ടോർച്ചറിങ്. എനിക്ക് തോന്നുന്നു അക്കൂട്ടത്തിൽ ഇന്നൊരു കോള് എനിക്ക് വന്നു, അപ്രതീക്ഷിതമായിട്ടൊരു കോള്. ഫാദർ നോബി ഫിലിപ്പ് എന്ന് പറഞ്ഞ മെത്രാനച്ഛൻ്റെ, ബിഷപ്പിൻ്റെ, നമുക്ക് എല്ലാവർക്കും അറിയാം രേണുസുതിയും ബിഷപ്പുമായിട്ട് കുറച്ചധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആണ് അവർക്കിടയിൽ കിടന്ന് കളിച്ചത് നമുക്കറിയാം. വീടിൻ്റെ വിഷയം സംബന്ധിച്ചും, വീടിൻ്റെ എഴുതി കൊടുത്തത് സംബന്ധിച്ചും, രേണുവിൻ്റെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായി. പക്ഷേ അദ്ദേഹം ഒരു പുരോഹിതനാണ് എന്ന് പൂർണ്ണമായിട്ടും തെളിയിച്ചത്, യഥാർത്ഥ ഒരു പുരോഹിതനാണെന്ന് എനിക്ക് മനസ്സിലായത് രേണു വളരെ ക്രിട്ടിക്കലായ ഒരു അസുഖത്തിൽപ്പെട്ടപ്പോൾ, അവൾ ആ സ്റ്റേജിലൂടെ കടന്നപ്പോൾ അവളോടൊപ്പം നിൽക്കാൻ കാണിച്ച ആ മനസ്സ്, അതൊരു പുരോഹിതനായിരിക്കും ഏറ്റവും കൂടുതൽ. അതാണ് ശരിക്കും പുരോഹിതന്മാരും പുരോഹിതകളും ചെയ്യേണ്ടത്. നമുക്ക് മനുഷ്യരാണ് അവർ, പുരോഹിതനേക്കാൾ അപ്പുറം മനുഷ്യന്മാരാണ്. ചില ക്രിറ്റിസിസങ്ങൾ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കാര്യങ്ങൾ പോയേക്കാം, ചില വിമർശനങ്ങൾ അവരും അറിഞ്ഞോ അറിയാതെയോ പെട്ടേക്കാം. പക്ഷേ ഫാദറിനെ സംബന്ധിച്ചിടത്തോളം ഫാദർ രേണു ഇങ്ങോട്ട് പറഞ്ഞതും അങ്ങോട്ട് കേട്ടതുമെല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാവുകയും, രേണുവിൻ്റെ രോഗത്തിൽ അദ്ദേഹം എന്നും എന്നോട് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ മരണം വരെ, അതായത് ഫാദറിൻ്റെ മരണം വരെയും ആ കുടുംബത്തോടൊപ്പം അവരുടെ കണ്ണീരിലും അവരുടെ അവസ്ഥയിലും എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനയിൽ ഓർക്കുകയും എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. സോ അതുകൊണ്ട് തന്നെ ഈ ഫാദറിന് ഈ പറയുന്ന ചപ്പീന ബീവിയെ കുറിച്ച് കുറേ അധികം കാര്യങ്ങൾ അദ്ദേഹത്തിന് എന്നോട് പറഞ്ഞു കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അതായത് ഇവരൊരു കോക്കസ് ആണ്, അതൊരു കോറമാണ് ഇവര്. ഷപ്പീന ബീബി ഒറ്റയ്ക്കല്ല ആരെയും വിളിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം പറഞ്ഞ വിവരമാണ്. അതായത് 6 പേരോ 7 പേരോ ചേർന്നുള്ള ഗ്രൂപ്പ് കോളാണ് ഇവർക്ക്. എന്നിട്ട് അങ്ങോട്ട് റെക്കോർഡിങ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുക. ഫാദർ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നോട്. ഫാദർ പറഞ്ഞു, ഷാരിക എന്നെ കുറിച്ച് സംസാരിക്കുമെങ്കിൽ ഷാരിക പറയുക. ഫാദറിനെ കുറിച്ച്, ഫാദറിനെ ഇപ്പൊ ബ്ലാക്ക് മെയിലിംഗ് ആണ്, ഷഫീന ഫാദറിനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അത് നിങ്ങൾ അറിയണം. ഫാദർ പറഞ്ഞിരിക്കുന്ന അവളെ എന്നെ കുറിച്ചുള്ള എന്താണോ ചാറ്റുകളോ എല്ലാം അവളുടെ ഉണ്ടെന്ന് അവൾ പറയുന്നു. അവൾ അതെല്ലാം പുറത്തു വിടണം. അവൾ പുറത്തു വിട്ടതിന് ശേഷം അദ്ദേഹം ഒരു ഇന്റർവ്യൂ ആയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു പത്രസമ്മേളനമായിട്ടോ അദ്ദേഹം വരുന്നുണ്ട്. അതിനാദ്യം ചെയ്യേണ്ടത് ഇപ്പൊ അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ടത് വെച്ചിരിക്കുന്ന തെളിവുകൾ, ചാറ്റിംഗ് തെളിവുകൾ, വീഡിയോ തെളിവുകൾ എല്ലാം പുറത്തു വിടുക. അദ്ദേഹം പറഞ്ഞ, എൻ്റെ അറിവിൽ അദ്ദേഹം ഒരു സ്ത്രീയോട് പോലും മോശമായിട്ട് പെരുമാറിയിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കോൾ റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്. സോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ടും വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് തോന്നിയത് കൊണ്ടാണ് ഞാനിതിപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് അവതരിപ്പിച്ചത്. അത് പേര് പുറത്തു പറയാമെന്ന് ഉറപ്പുള്ള ആളായതുകൊണ്ട്. വേറെ കുറെ അധികം ആൾക്കാരെ വിളിച്ചിട്ടാണ് പെണ്ണുമൊക്കെ അവരുടെ പേര് പുറത്തു വിടരുത് ഷാരി ചേച്ചി അല്ലെങ്കിൽ ഷാരിക, ഞങ്ങൾക്ക് ഇനി ഇതിന്റെ പുറകെ തൂങ്ങാൻ വയ്യ, പക്ഷെ ഷാരിക ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം എന്ന് അവരോട് പറഞ്ഞു. കാരണം അവർ ഫാമിലിയും കുടുംബമായിട്ട് കഴിയുന്ന ആൾക്കാരാണ്. ഒന്നീ ട്രോമിൽ നിന്ന് കരകയറി വരുന്നുള്ളൂ. കാരണം ഇവൾ എന്തിനും മടിക്കത്തില്ല. വെർബൽ റേപ്പ് ചെയ്ത് അങ്ങേയറ്റം. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ഫിസിക്കൽ റേപ്പ് പോലെ തന്നെ മാരകവും അതിഭീകരവുമാണ് വെർബൽ റേപ്പ് എന്ന് പറയുന്നത്. അത് നനച്ചാലും കുളിച്ചാലും പോകാത്ത ഒന്നാണ്. അതും അത്രത്തോളം തെറ്റുകൾ ചെയ്യാത്ത ഇവൾ ആരാണ് ഇവള്? ഇതൊക്കെ പറയാനായിട്ട് ഇപ്പൊ ഫാദറിന്റെ കേസിൽ ഫാദർ പറഞ്ഞു, ഫാദറിന് നിരന്തരം ബ്ലാക്ക് മെയിലിംഗ് ആണ്. ടീം, അവളുടെ കൂട്ടത്തിലിരിക്കുന്ന ടീമുകളുടെ പേരുകൾ ഞാനിപ്പോ പറയുന്നില്ല. കുറച്ച് സിൽബന്തികളുണ്ട്, നിങ്ങൾക്ക് ഊഹിക്കാം. ഏറ്റവും തറ റിയാക്ഷൻസ് ചെയ്യുന്ന ആരുടെയും കിടപ്പറ രംഗങ്ങളും കുളിസീനുകളും ഒക്കെ പിടിച്ചു വെച്ച് എന്ത് വൃത്തികേടുകളും വിളിച്ചു എന്നോ കുറച്ചധികം വ്ളോഗേഴ്സ് ഇവളുടെ വാലികളും പൃഷ്ഠങ്ങളുമായിട്ടൊക്കെ നടപ്പുണ്ട്. ഈ ചപ്പീന ബീവിയുടെ അവന്മാരാണ് ഈ കൂട്ടം ചേർന്ന് ഇവരെ ആക്രമിക്കുന്നത്. ഇല്ലാത്ത കള്ളങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ടാക്കി അവരുടെ മെയിൻ ഭീഷണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ആണുങ്ങളെ ആണെങ്കിൽ പെണ്ണുങ്ങളെ കൊണ്ട്, അങ്ങനെ 2-3 പേരെ, 3-4 പേരായി ഇപ്പോൾ. അതായത് പെണ്ണുങ്ങളെ വെച്ച് ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യുക, എന്നിട്ട് പെണ്ണുങ്ങളെ ഇവർ കയറി പിടിച്ചെന്ന് വരുത്തി തീർക്കുക, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുമായിട്ട്. മനസ്സിലായോ? അതായത് പെണ്ണുങ്ങൾക്ക് ഇവരുടെ നമ്പറൊക്കെ കൊടുക്കുക. ആദ്യം സഹായിക്കാനെന്ന വ്യാജേന ചപ്പീന ബീവി ഇവരെയൊക്കെ വിളിക്കും. എന്നിട്ട് ഇവരുടെ നമ്പർ വേറെ ഏതെങ്കിലും, ഇവൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് കൊടുക്കും. എന്നിട്ട് അവരെ കൊണ്ട് ഇവരെ വിളിപ്പിക്കും. സ്വാഭാവികമായിട്ട് നമുക്കറിയാം 2000 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന നമ്മുടെ നാട്ടില്
ജെനുവിൻ ആയിട്ടുള്ളത് 10-600 കേസുകൾ ഒഴിച്ചാൽ ബാക്കി 1500 പോക്സോകളും കള്ളത്തരങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ കോടതി വ്യവഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വ്യക്തികൾ പറഞ്ഞിട്ടുള്ളതാണ്. 10, 600, 700 കേസുകൾ ജെനുവിനും ബാക്കിയുള്ള കുക്ക്അപ്പ് സ്റ്റോറികളുമാണ്. അതായത് ഒരു കേസിന് ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന കേസുകളൊന്നാണ് നമ്മുടെ രാജ്യത്തെ പോക്സോ നിയമം, പോക്സോ വകുപ്പ്. രണ്ടാമത്തത് റേപ്പ്. എന്നാൽ ജെനുവിനായിട്ട് അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് അതിനിരയാകുന്ന ആൾക്കാരെ പിന്നെ സർവൈവ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ദുഷ്ടക്കൂട്ടങ്ങളെ ശിക്ഷിക്കുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ചപ്പീന ബീവി എന്ന് പറഞ്ഞ സൈക്കോ ക്രിമിനലിന്റെ അടവ്. നിരപരാധികളെ, സഹായം വേണ്ടവരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യാജേന അവൾ ചെല്ലുന്നു, ഫോൺ വിളിക്കുന്നു, റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് ഇവൾക്കെതിരായിട്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ അല്ലെങ്കിൽ അവളുടെ വഴിയിൽ ഇവർ വരുന്നില്ലെന്ന് കണ്ടാൽ ഉടൻ തന്നെ ഇവൾ നേരെ അവർക്കെതിരെ വീശുന്ന വാളാണ്. എന്റെ ഒരു കോൾ റെക്കോർഡിങ്സ് ഉണ്ട്. ഞാൻ ഇവളുടെ വീഡിയോ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവരുടെയും കോൾ റെക്കോർഡിങ്സ് ആണ് ഇവൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനകത്ത് എന്താണ് അവർ പറയുന്നത്? എന്ത് തേങ്ങയാണ് ഈ കോൾ റെക്കോർഡിങ്സിലെ ആൾക്കാരങ്ങോട്ട് പറയുന്നത്? ഇവക്ക് ഈ പറയുന്ന പോലെ ആണുങ്ങളെ വിളിക്കുമ്പോഴും പെണ്ണുങ്ങളെ വിളിക്കുമ്പോഴും ഇവളുടെ ആവശ്യം വേറെയാണ്. കാശ്, കാമം, ഇത് രണ്ടുമാണ് കാമത്തവളയുടെ ആവശ്യം ഇതാണ്. പക്ഷെ ഇത് രണ്ടും നടക്കാത്തപ്പോ അങ്ങനെയുള്ള ആൾക്കാരെ വിളിച്ച് ഇവൾ ഭീഷണിപ്പെടുത്തും. സ്നേഹം നടിച്ച് കൂടെ നിന്നിട്ട് പിന്നീട് നമ്മൾ ഈ തേർഡ് റേറ്റ് ഓൺലൈൻ മീഡിയ ചെയ്യുന്ന പോലെ ഏതെങ്കിലും സെലിബ്രിറ്റികൾ പറയുന്നതിനെ പകുതി കട്ട് ചെയ്തിട്ട് പറയുമ്പോൾ നമ്മൾ എന്താ കേൾക്കുക? അയ്യോ അയാൾ എന്താ അങ്ങനെ പറഞ്ഞേ. ആ രീതി തന്നെയാണ് ചപ്പീന ബീവി ഇവിടെയും പിന്തുടരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിപ്പോ ഒരാളുടെ പേരെ ഞാൻ പുറത്തുവിട്ടുള്ളൂ. അത് അദ്ദേഹത്തിന്റെ പെർമിഷനോടുകൂടി തന്നെ ഫാദർ നോബി ഫിലിപ്പ് എന്നോട് പറഞ്ഞു, ഷാരി ഇത് പറയണം. പിന്നെ അവൾ കുറെ തെളിവുകൾ അവളുടെ കയ്യിലുണ്ടെന്ന് പറയാൻ പറഞ്ഞു. അവൾ അത് ഇറക്കട്ടെ, അതിനുശേഷം ഞാൻ സംസാരിക്കാം. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പിന്നെ പേര് പറയാത്ത, അതായത് ഇനി ഒരു ട്രോമ കൂടെ താങ്ങാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ സംസാരിക്കുന്നു. ഇപ്പൊ ഞാൻ ഒരാളുടെ വിത്ത് പെർമിഷൻ ഇനി എന്റെ പ്രതീക്ഷയാണ് ഒരുപാട് ആൾക്കാർ തെളിവുകളായിട്ട് വരാൻ എന്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ. കാരണം ഇവൾ അവരെ അവഹേളിച്ചപ്പോ, അവരെ കൊല്ലാക്കൊല ചെയ്തപ്പോ, വെർബൽ റേപ്പ് ചെയ്ത് മാനസികമായി തകർത്ത് കളഞ്ഞപ്പോ അവർക്കൊന്നും മിണ്ടാൻ സാധിച്ചില്ല. ശരി, എല്ലാവരും സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് സൈബർ സെൽ എനിക്ക് നിങ്ങളോട് ലജ്ജ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം വേറൊന്നും കൊണ്ടല്ല, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാർ ഇവൾക്കെതിരെ കേസ് തന്നിട്ട് ഇവൾക്കെതിരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് സാധിച്ചത്? കുഞ്ഞുങ്ങളെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ? കുഞ്ഞുങ്ങളെ വെർബൽ റേപ്പ് ചെയ്യുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല? ഇവൾ ആരാണ് രാജ്യത്തിന് നവോത്ഥാനം കൊണ്ടുവരുന്നത്? നവോത്ഥാനമൊക്കെ കഴിഞ്ഞു നമ്മുടെ നാട്ടിൽ. സാർമാരെ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇവളെ നിങ്ങൾക്ക് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അതൊന്ന് ചെയ്തു തരാൻ പറ്റുമോ? നിങ്ങൾക്ക് ഏതെങ്കിലും പോലീസ് എഫ്ഐആർ ഇട്ട് ഇവൾ ഈ കാണിക്കുന്ന ഒന്നും നിങ്ങൾ കാണുന്നില്ലേ സാർമാരെ? എനിക്ക് ചോദിക്കാനുള്ള ആഭ്യന്തരമന്ത്രി രമേശ് സാറിനോടും അതുപോലെ രമേശ് ചെന്നിത്തല സാറിനോടും വി ഡി സതീശൻ സാറിനോടുമാണ്, നിങ്ങളും ഇത് കാണണം. ബിക്കോസ് ഇതൊരു നമ്മുടെ നാട് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ സൈബർ ഇടത്തിന് വല്ലാത്തൊരു പങ്കുണ്ട്. ആ സൈബർ ഇടങ്ങളിൽ നമ്മൾ ഇച്ചിരി ലോസ് ആൻഡ് പല കാര്യങ്ങൾക്കും നമ്മളുടെ കയ്യും കാലും എത്താത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. സർക്കാർ വിചാരിച്ചാൽ, നിയമങ്ങൾ വിചാരിച്ചാൽ, അത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇവളെപ്പോലുള്ള ഷഫീന ബീവിമാർ ഇനിയും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഷഫീന ബീവിമാരുടെ സിൽബന്തികളും ഇനിയും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാതെ തന്നെ കുഞ്ഞുങ്ങളെ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ടും മറ്റതും മറിച്ചും ഫിസിക്കൽ റേപ്പും അബ്യൂസും ചെയ്യുന്ന ഒരു കാലമാണ്. ആണിനും പെണ്ണിനും, ഞാൻ ആരെയും വെറുതെ, ഈവൻ ട്രാൻസ്ജെൻഡർ ഉൾപ്പെടെ. അപ്പോ എല്ലാവരെയും ഒരേപോലെ വെർബൽ റേപ്പ് ചെയ്യുന്ന കേരളത്തിൽ ഇന്നത്തെ നമ്പർ ടോപ്പ് കുപ്രസിദ്ധയായിട്ടുള്ള ബ്ലോഗർ എന്ന് പറയുന്നത് ഷഫീന ബീവി. അവൾക്കെതിരെ നിങ്ങൾ നിയമ നടപടികൾ കൊണ്ടുവന്നേ മതിയാവൂ സാർമാരെ. അതിനുവേണ്ടി എത്ര നാൾ വേണമെങ്കിലും ബ്ലോഗ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ആരുടെ വേണമെങ്കിലും ഷൂട്ട് എടുക്കാനും ഇന്റർവ്യൂ എടുക്കാനും ഞാൻ തയ്യാറാണ്. സോ പ്ലീസ്, ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. സത്യത്തിൽ ലജ്ജാവഹമാണ് ഇത്രയധികം ആൾക്കാർ ഇവൾക്കെതിരെ പരാതി വന്നിട്ടും അവൾ ഇപ്പോഴും അനുസ്യൂതം തുടരുകയാണ് വെർബൽ റേപ്പിംഗ്. അത് നിർത്തണം സർ. ഈ സൈബർ റേപ്പിംഗ് നിർത്തിയേ പറ്റൂ സർ. അതുകൊണ്ട് പ്ലീസ് ഡു സംതിങ് ഇമ്മീഡിയറ്റ്ലി.